ഓഗസ്റ്റിൽ നമുക്ക് കിട്ടേണ്ട ശരാശരി മഴ എന്ന് പറഞ്ഞാൽ ഏകദേശം 425 മില്ലിമീറ്ററാണ് കേരളത്തിൽ മൊത്തം. അത് ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പെയ്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്ലഡിങ്ങും നാശവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതി തന്നെയാണത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരള തീരത്ത് മഴ പെയ്യിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളുടെ ഘടനയല്ല ഇപ്പോൾ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഘടന. ഇപ്പോൾ ഉള്ള മേഘങ്ങളുടെ ശക്തി വളരെ കൂടുതലാണ്, അതിൻ്റെ ഡെപ്ത് ഭയങ്കര കൂടുതലാണ്. 1000 കിലോമീറ്റർ സ്ക്വയറുള്ള മേഘങ്ങളിൽ 90% കടലിലും വളരെ ചെറിയൊരു പോർഷനുമാണ് ഈ കരയിലേക്ക് വന്നിട്ട് ഇത്ര ശക്തമായിട്ടുള്ള മഴകൾ ഉണ്ടാക്കുന്നത്. മൊത്തം കേരളത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ കേരളം പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാം മുങ്ങിത്തരും. ഈ 300-400 മില്ലിമീറ്റർ മഴ ഒരു പ്രദേശത്തേക്ക് ഒറ്റയടിക്ക് വന്ന് പെയ്തു കഴിഞ്ഞാൽ ദുരന്തം ഒഴിവാക്കാൻ പറ്റില്ല. കടകൾ മുങ്ങിപ്പോവും, വീടുകൾ മുങ്ങിപ്പോവും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മഴക്കാലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതേപോലുള്ള എക്സ്ട്രീംസ് തന്നെയാണ്. നമസ്കാരം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്നു, മലയിടിച്ചിലുണ്ടാകുന്നു, പലരുടെയും ജീവൻ വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ മഴ തുടരുമോ? എന്താണ് ഈ മഴയ്ക്ക് കാരണം? ഇത്രയും മഴ പെയ്തിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത്? ഇതിനൊക്കെ മറുപടി പറയുകയാണ് കുസാറ്റിലെ അന്തരീക്ഷ റഡാർ ഗവേഷണ നൂതന കേന്ദ്രം സയൻറ്റിസ്റ്റ് ഡോക്ടർ അജിൽ കോട്ടയിൽ. നമസ്കാരം സാർ. മഴ ഇങ്ങനെ തുടരുകയാണ്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, പല വീടുകളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. മഴ ഇങ്ങനെ തുടരുമോ അതോ ഇവിടെ കൊണ്ടും തീരുമോ? നമുക്കറിയാം, മൺസൂൺ കാലത്ത് നമുക്ക് 2 അവസ്ഥകളാണുള്ളൂ. ഒന്ന് സജീവമായിട്ടുള്ളൊരവസ്ഥയുണ്ട്, അതായത് നമ്മുടെ കേരള തീരത്ത് ക്ലൗഡുകളുടെ സാന്നിധ്യം വളരെയധികം കൂടും, അതുവഴി നമുക്ക് കേരളം മുഴുവൻ പരക്കെ മഴ ലഭിക്കുന്നൊരവസ്ഥയുണ്ട്. പിന്നെ നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയുണ്ട്, അതായത് നമുക്ക് കൂടുതലും ഡ്രൈ കണ്ടീഷൻസ് ആയിരിക്കും. ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ പോലും നമുക്ക് വളരെ ലൈറ്റ് റെയിൻസ് കിട്ടിക്കൊണ്ടിരിക്കും. പരക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് ചെറിയ ചെറിയ മഴ എപ്പോഴും പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പ്രാവശ്യത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പസഫിക് സമുദ്രത്തിൽ എൽനിനോ കണ്ടീഷൻസാണ് പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ കണ്ടീഷൻസിൽ നോർമലി നമുക്ക് ലൈറ്റ് റെയിൻ കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ മാറി ആ ദിവസങ്ങളിൽ മൊത്തം നല്ല വെയിലുള്ളൊരവസ്ഥ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഡാമുകളിലൊക്കെ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞു. കാര്യം ചെറുതായിട്ട് കിട്ടുന്ന മഴ പോലും എൽനിനോ കണ്ടീഷൻസ് സപ്രസ് ചെയ്യാൻ പര്യാപ്തമാണ്. പക്ഷേ എൽനിനോ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ആക്റ്റീവ് കണ്ടീഷൻസ് വരുമ്പോൾ എൽനിനോയുടെ ഇഫക്റ്റ് അവിടെ വളരെ ചെറുതായിരിക്കും. എൽനിനോ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്യിക്കാൻ ശക്തിയുള്ള മേഘങ്ങളാണ് ഈ ആക്റ്റീവ് കണ്ടീഷൻസിൽ കേരള തീരത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു മൺസൂൺ കാലയളവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ നമുക്ക് 3-4 ആക്റ്റീവ് സ്പെൽസാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അതായത് ഒരു സ്പെല്ലെന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 ദിവസം നീണ്ടിരിക്കുന്ന പരക്കെ മഴ. പക്ഷേ ഈ ഒരു മൺസൂൺ കാലത്ത് നമുക്ക് ആകെ കിട്ടിയ ആക്റ്റീവ് സ്പെൽസ് എന്ന് പറയുന്നത് ജൂലൈ അവസാനം സംഭവിച്ചിട്ടുള്ളൊരു സ്പെല്ലാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 1-2 ദിവസം കൊണ്ട് നമുക്ക് കേരളത്തിലെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ 300-350 മില്ലിമീറ്റർ റെയിൻ ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടി. അതിതീവ്ര മഴയാണോ? അത് അതിതീവ്ര മഴയിൽ പെടും. കാര്യം അത് ഓഗസ്റ്റിൽ നമുക്ക് കിട്ടേണ്ട ശരാശരി മഴ എന്ന് പറഞ്ഞാൽ ഏകദേശം 425 മില്ലിമീറ്ററാണ് കേരളത്തിൽ മൊത്തം ഒരു മാസം കൊണ്ട് പെയ്തിറങ്ങേണ്ട മഴ. അത് ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പെയ്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്ലഡിങ്ങും നാശവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതി തന്നെയാണത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മഴ തീർച്ചയായിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ഇപ്പം കൂടുതലും വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ് ഡിസ്കഷൻ ടോപ്പിക് അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലുള്ള മഴകളുണ്ടാക്കുന്ന മേഘങ്ങളുടെ ഘടന വളരെ വ്യത്യസ്തമാണ്. ഇപ്പം ഈ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരള തീരത്ത് മഴ പെയ്യിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളുടെ ഘടനയല്ല ഇപ്പോൾ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഘടന. അത് ഇപ്പോൾ ഉള്ള മേഘങ്ങളുടെ ശക്തി വളരെ കൂടുതലാണ്, അതിൻ്റെ ഡെപ്ത് ഭയങ്കര കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് സർ? അത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്ലോബൽ വാർമിങ് ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. ഒരുപാട് കാരണങ്ങളുണ്ട്, തന്നെയും ഒരു മേജർ കാരണമായിട്ട് നമുക്ക് ഗ്ലോബൽ വാർമിങ് പറയാം. ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, അതേപോലെ തന്നെ കടലിൻ്റെ ടെമ്പറേച്ചറും കൂടുന്നുണ്ട്, താപം കൂടുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെയും കടലിലേക്ക് താപം കൂടിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ജലബാഷ്പം, വാട്ടർ വേപ്പർ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ലീനിയർലി എക്സ്പൊണൻഷ്യലാണത്, കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ ഒരു ആക്റ്റീവ് കണ്ടീഷൻസോടെ നമ്മുടെ കേരള തീരത്തേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിൽ ഒത്തിരി ബാഷ്പമുണ്ട്, കടലിൻ്റെ മുകളിൽ ഒരുപാട് ബാഷ്പമുണ്ട്. ഇത് അതിശക്തമായിട്ടുള്ള മേഘരൂപീകരണങ്ങളിലേക്ക് വഴിതെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ 2018-19 അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് 2024 ഈ ഹെവി റെയിൻഫോൾ എപ്പിസോഡ്സ് എല്ലാം ഉണ്ടാക്കിയത് ഇതേപോലുള്ള അതിശക്തമായിട്ടുള്ള മേഘങ്ങളുടെ സാന്നിധ്യം അറേബ്യൻ കടലിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മേഘങ്ങളെ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് മിസോസ്കേൽ കൺവെക്റ്റീവ് സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. അത് ഏകദേശം 1000 കിലോമീറ്റർ സ്ക്വയർ വലിപ്പം ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ
മേജർ ഭാഗവും നമ്മുടെ കേരള തീരത്തുള്ള അറബിക്കടലിൽ തന്നെയായിരിക്കും. അതിൻ്റെ ഒരു എഡ്ജ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിരിക്കും ശരിക്കും കരയിലേക്ക് കയറി വന്നിട്ട് ഈ വളരെ ചുരുങ്ങിയ സമയത്തുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. ബാക്കിയൊക്കെ കടലിൽ പെയ്ത് ബാക്കിയെല്ലാം കടലിൽ പെയ്ത് തരും. അപ്പം ഈ ഒരു മേഘങ്ങൾ മൊത്തം കേരളത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ കേരളം പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാം മുങ്ങിത്തരും. എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 1000 കിലോമീറ്റർ സ്ക്വയറുള്ള മേഘങ്ങളിൽ 90% കടലിലും വളരെ ഒരു ചെറിയൊരു പോർഷനുമാണ് ഈ കരയിലേക്ക് വന്നിട്ട് ഇത്ര ശക്തമായിട്ടുള്ള മഴകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് മേഘങ്ങളുടെ ഘടനയിലുണ്ടായ മാറ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എക്സ്ട്രീംസിൻ്റെ ഫ്രീക്വൻസി കൂടുക എന്നുള്ളതാണ്. അതുണ്ടാകാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. അത് നമ്മുടെ സാറ്റലൈറ്റ് ഒബ്സർവേഷൻ വഴിയും എല്ലാം ഗ്ലോബൽ മോഡലിംഗ് സിമുലേഷൻസ് വഴിയെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള നോളജുണ്ട്. എക്സ്ട്രീംസാണ് കൂടാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മഴക്കാലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതേപോലുള്ള എക്സ്ട്രീംസ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ മേഘങ്ങളുടെ രൂപീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഈ ഒരു ഏത് മേഖലയിലേക്കാണ് ഈ ഒരു മേഘം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എക്സ്ട്രീം റെയിൻഫോൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ പറയുന്ന പോലെ 1-2 ദിവസത്തെ മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മുടെ കാലാവസ്ഥ പ്രവചനം വളർന്നിട്ടില്ല. പക്ഷേ അത് നമുക്ക് മാക്സിമം അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറുകൾ മുമ്പ് നമുക്കിത് അറിയിക്കാൻ പറ്റും. പക്ഷേ ഒരുപക്ഷെ 4-5 മണിക്കൂർ എന്ന് പറയുന്നത് സമയം പര്യാപ്തമല്ല. ഇവാക്യുവേഷൻ ആണെങ്കിലും ഇപ്പം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എല്ലാം എന്ന് പറയുന്നത് എന്താണ്, അലേർട്ട് ബേസ്ഡ് ആണ്. റെഡ് അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ആ ഒരു ലൈനിലേക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അത് മാറണം. കാര്യം ഇനി ഇതേപോലുള്ള പ്രോക്സി, ഞാൻ ഈ പറഞ്ഞ പോലെ അറബിക്കടലിലെ ന്യൂനമർദ്ദമാകാം, അല്ലെങ്കിൽ നമ്മുടെ ഗുജറാത്ത് തീരത്തുള്ള ന്യൂനമർദ്ദമാകാം. അങ്ങനെയുള്ള സൂചനകളൊക്കെ നമുക്ക് 1-2 ദിവസങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. എൽ നിനോ എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലുണ്ടാകുന്നൊരു പ്രതിഭാസത്തെയാണ് നമ്മൾ എൽ നിനോ എന്ന് പറയുന്നത്. എൽ നിനോയ്ക്ക് 2 അവസ്ഥയുണ്ട്. ഒന്ന് എൻസോ, അതിന് പൊതുവെ നമ്മൾ പറയുന്നത് എൻസോ എന്നാണ്. ആ എൻസോയ്ക്ക് 2 അവസ്ഥ ഉണ്ട്. എൽ നിനോ ഉണ്ട്, ലാനിനോ ഉണ്ട്. അപ്പോൾ ലാനിന കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റേൺ പസഫിക്കിലുള്ള ടെമ്പറേച്ചർ കൂൾ ചെയ്യും. എൽ നിനോ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ പസഫിക്കിലെ ടെമ്പറേച്ചർ വാം ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൽ നിനോ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണുള്ളത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കാറ്റിൻ്റെ ദിശയെല്ലാം മർദ്ദങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ മൊത്തം. എവിടെയൊക്കെ 2 സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടോ അവിടെ പ്രഷർ ഡിഫറൻസ് കാണും. അപ്പോൾ ആ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഈ അന്തരീക്ഷത്തിലെ സർക്കുലേഷൻസ് എല്ലാം ഡ്രൈവ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ എൽ നിനോ കണ്ടീഷൻസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൻ്റെ സർക്കുലേഷൻ്റെ ഒരു ബ്രാഞ്ച്, നോർമലി നമുക്ക് ക്ലൗഡ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വായു താഴേന്ന് മുകളിലേക്ക് പോയിട്ട് വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്ലൗഡ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എൽ നിനോ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ പസഫിക്കിൽ നിന്നുള്ള സർക്കുലേഷൻ നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറയ്ക്കും. പക്ഷേ അതൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആക്റ്റീവ് കണ്ടീഷൻസ് വരുമ്പോൾ ആ ചെറിയ സർക്കുലേഷൻ്റെ മുകളിലായിരിക്കും അതിൻ്റെ ശക്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൽ നിനോ കൊണ്ട് നമുക്കുണ്ടാകുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ ഡ്രൈ കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് വളരെ വെയിലുള്ള അവസ്ഥയായിരിക്കും. പണ്ട് ചെറിയ മഴ കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ നമുക്ക് പൊതുവെ മാറി കൂടുതൽ പ്രലോങ്ങഡായിട്ട് വെയിൽ കിട്ടാനുള്ള അവസ്ഥ അവിടെ സംജാതമാകും. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലേ ഇപ്പോൾ ഈ മഴ പെയ്യുന്നത്? അതെ, വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ മഴ മാത്രമല്ല ഈ നമ്മുടെ ദുരന്തങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നത്. വേറെ പല കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പ്രത്യേകത, അതിൻ്റെ ചരിവ്, അതേപോലെ നമ്മുടെ ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പിന്നെ ഇതേപോലെ ഈ പുഴകൾ ഒഴുകാനുള്ള സ്വാഭാവികമായിട്ട് ഒഴുകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അപ്പോൾ ആഴം കുറവ്, ഇതൊക്കെ ശരിക്കും നമ്മുടെ മഴ കൊണ്ട് മാത്രമല്ല അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഘടകങ്ങളാണ്. ഇത്രയും അതിതീവ്ര മഴയുണ്ടായി, പക്ഷേ നമ്മുടെ അണക്കെട്ടുകളിലൊന്നും 50% പോലും വെള്ളം എത്തിയിട്ടില്ല. അത് കഴിഞ്ഞ ഈ ഒരു സ്പെല്ല് കൊണ്ട് തന്നെയാണ് 10-12% ഇപ്പം വെള്ളം കൂടിയേക്കുന്നത് ഇടുക്കി ഡാമിലൊക്കെ. അപ്പോൾ അത് കൂടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ അവസ്ഥ കൂടുതൽ നാൾ നമ്മുടെ കേരളത്തിൽ നിന്നു എന്നുള്ളതുകൊണ്ടാണ് മഴയുടെ അളവ് കുറയാൻ കാരണം. പക്ഷേ ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ഇതേപോലെ 2-3 ആക്റ്റീവ് സ്പെൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10-20% എങ്കിലും വെള്ളം കൂടും. ഇതേപോലുള്ള മഴയാണ് വരാൻ പോകുന്നതെങ്കിൽ. ഇനി ഈ മഴ തുടരുമോ? ഇനിയിപ്പം തൽക്കാലത്തേക്ക് ഇതേപോലുള്ള ക്ലൗഡ് സിസ്റ്റത്തിൻ്റെ ഫോർമേഷൻ നമ്മുടെ അറേബ്യൻ സീയിൽ കാണുന്നില്ല. ഞാൻ ഈ ആദ്യമേ പറഞ്ഞ പോലെ ക്ലൗഡ്സ് ഉണ്ട്, പക്ഷേ അത് ഇതേപോലെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്ലൗഡ് സിസ്റ്റം ഇപ്പോഴില്ല.
അതുകൊണ്ട് എക്സ്ട്രീം റെയിൻഫോൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പം കുറവാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നാളെ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം വരുവാണ്, അല്ലെങ്കിൽ കേരള തീരത്തേക്ക് ഒരു ന്യൂനമർദ്ദം വരുവാണെങ്കിൽ വീണ്ടും നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഇതേപോലുള്ള ക്ലൗഡിൻ്റെ ഫോർമേഷനും ഏതെങ്കിലും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ എക്സ്ട്രീം റെയിൻഫോളിൻ്റെ ഒക്കറൻസും ആയിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അപകടത്തിൻ്റെ വ്യാപ്തി എങ്ങനെ കുറയ്ക്കാൻ കഴിയും? അപകടത്തിൻ്റെ വ്യാപ്തി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ 300-400 മില്ലിമീറ്റർ മഴ ഒരു പ്രദേശത്തേക്ക് ഒറ്റയടിക്ക് വന്ന് പെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ദുരന്തം ഒഴിവാക്കാൻ പറ്റില്ല. കടകൾ മുങ്ങിപ്പോവും, വീടുകൾ മുങ്ങിപ്പോവും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്താണ് തയ്യാറെടുപ്പ് നടത്തുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് ശരിക്കും മനുഷ്യജീവൻ നമുക്ക് കുറേയൊക്കെ രക്ഷിക്കാൻ പറ്റും. ജനങ്ങൾക്കുണ്ടാകുന്ന സ്വത്തിൻ്റെയും അതേപോലെ അവരുടെ ഉപജീവന മാർഗത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു തടസ്സം കുറേ പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ റെഡ് അലേർട്ടിനോ യെല്ലോ അലേർട്ടിനോ കാത്തു നിൽക്കാതെ ഇങ്ങനെയുള്ള പ്രോക്സി അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി നമുക്കിപ്പോൾ അറിയാം 2018 തൊട്ട് 2024 വരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ. എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, ഏതൊക്കെ വീടുകളാണ് ചരിവിൻ താഴെ ഇരിക്കുന്ന വീടുകൾ നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ലെവലിലൊക്കെ പലതും മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊആക്റ്റീവായിട്ട് പ്രിക്കോഷൻസ് എടുക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഉള്ളതൊരു റഡാറാണ്, ഒരു വിൻഡ് പ്രൊഫൈൽ റഡാറാണ്. അത് ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ കാറ്റിൻ്റെ ദിശയും സ്പീഡും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്തെ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ റഡാർ എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ മുകളിൽ മാത്രം. അപ്പോൾ അല്ലാതെ തന്നെ ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഈ പറയുന്ന പോലെ ഈ മേഘരൂപീകരണത്തിലുള്ള വ്യത്യാസങ്ങൾ, അതായത് അറേബ്യൻ സീ വാമിങ് എങ്ങനെ ചേഞ്ച് ചെയ്തു, ഇപ്പം എക്സ്ട്രീം റെയിൻഫോൾ ഇവൻസിന് മുമ്പ് മേഘങ്ങൾ എങ്ങനെ രൂപീകരണം എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും വിശദമായിട്ട് പഠനങ്ങൾ വന്നേക്കുന്നത് കുസാറ്റിൽ നിന്നാണ്. ഞങ്ങളുടെ ഈ സെൻറ്ററിൽ നിന്നാണ് ഇതേപോലുള്ള പ്രോക്സീസ് ഈ ഇപ്പം എക്സ്ട്രീമിൻ്റെ പുറകിലുള്ള ശാസ്ത്രീയ വശങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഒത്തിരി ആധികാരികമായിട്ടുള്ള ഒതൻറ്റിക് വർക്ക് വന്നേക്കുന്നത് ശരിക്കും ഞങ്ങളുടെ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേരളത്തിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്റ്റഡീസ് നമുക്ക് പ്രിപ്പയർഡ്നെസ്സിന് നമുക്ക് സയൻസിൻ്റെ ബാക്കപ്പ് വേണമല്ലോ. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ പുറകുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സയൻസിൻ്റെ ബാക്കപ്പ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനിയിപ്പം ഫ്യൂച്ചറിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെല്ലാം ഇതേപോലുള്ള ഇൻപുട്ടും നമ്മൾ ഉപയോഗിക്കണം. ഇനി ജനങ്ങളോട് എന്താ പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ? ഇതേപോലെ തന്നെ തീർച്ചയായിട്ടും ഈ അലർട്ടുകൾ നമ്മൾ കാര്യമായിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ റെഡ് അലേർട്ട് വന്നിട്ട് ഇപ്പം ഇവാക്വേഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഇവാക്യുവേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ലായിരിക്കും, പക്ഷേ സംഭവിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലുമാണ്. അപ്പോൾ ആ അലേർട്ടുകൾ കാര്യമായിട്ട് എടുത്തുകൊണ്ട് ഇപ്പം പറയാമല്ലോ, ഇപ്പം നമ്മളിപ്പോൾ ഒരു അലേർട്ട് കൊടുത്താൽ തന്നെയും ജനങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യാൻ പാടാണ്. എനിക്ക് തോന്നുന്നു ഒരു 100 പേരോട് പറഞ്ഞാൽ ആകെ ചിലപ്പം 10 പേര് പോലും മാറില്ല, ബാക്കി 90 പേര് അവിടെ തന്നെ നിൽക്കും. പക്ഷേ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, അത്രയേ നമുക്ക് തൽക്കാലത്തേക്ക് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ അജിൽ കോട്ടയിൽ പറഞ്ഞ പോലെ തന്നെ ഈ മുന്നറിയിപ്പ് കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ മാറി താമസിക്കുക, അല്ലാതെ അവിടെ നമ്മൾ മസിൽ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അതുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുക. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ മലയാളി.